പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 7-ാം മാസത്തിന്റെ 12-ാമത്തെ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലോകമെമ്പാടുമായിരുന്നുകൊണ്ട് ഈ വചന സന്ദേശങ്ങളിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ അടുത്തു ചെല്ലാം. 73-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പലരും ഉണ്ടെന്ന് അഭിമാനിക്കുന്നവരാണ് നാം. മക്കൾക്ക് ആശ്രയിപ്പാൻ മാതാപിതാക്കളും സഹോദരങ്ങളും പ്രായമായ മാതാപിതാക്കൾക്കും അവരുടെ വാത്സല്യ സന്താനങ്ങളും ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു ആശ്വാസമാണ്. സമ്പത്തും മനസാക്ഷിയുമുള്ള സഹോദരങ്ങളും ബന്ധുജനങ്ങളും സ്നേഹിതരും ഉള്ളവർക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല എന്നുള്ള ചിന്തയുണ്ട്. എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എല്ലാവരും ഉണ്ടെങ്കിലും അവർ നിസ്സഹായരായി തീരുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ആരുടെയും സഹായം പ്രയോജനം ആകാതെ നേരിടുന്ന പ്രതിസന്ധികളെ തനിയെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മറ്റാരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അഥവാ അവർ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോഴും നമ്മെ സഹായിപ്പാനും ആശ്വസിപ്പിക്കുവാനും നമ്മുടെ ദൈവം മാത്രമേ നമ്മോട് കൂടെ ഉണ്ടാകുകയുള്ളൂ. അവൻ 61-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, അവൻ കഷ്ടങ്ങളിൽ അവൻ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് തുണയായി നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അനവധി ഭക്തന്മാർക്ക് ഇങ്ങനെയുള്ള സംഭവം പങ്കുവയ്ക്കുവാനുമുണ്ട്. എല്ലാം ഉള്ളവരായി തീർന്നിട്ടും തങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ ഒന്നും സ്തോത്രം ദൈവം മാത്രമേ നമ്മോട് കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും അനുഭവിച്ചറിഞ്ഞ അനവധി ഭക്തന്മാരെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, ദൈവം പോലും ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരും ലോകത്തിലുണ്ട്. എന്നാൽ ദൈവമക്കൾക്കറിയാം, ദൈവത്താൽ അല്ലാതെ മനുഷ്യന്റെ ശക്തിയാൽ ഒന്നും നേടുവാൻ കഴിയുകയില്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ദൈവത്തിന്റെ സഹായം ഉണ്ടായേ തീരൂ. അങ്ങനെയുള്ള ദൈവമക്കളായിരുന്നവർ ദൈവത്തെ ഒഴിച്ചു നിർത്തി പ്രവർത്തിച്ച കാര്യങ്ങളിൽ പരാജയം സംഭവിച്ച വിഷയങ്ങളും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനെ വിട്ട് മത്സ്യബന്ധനത്തിന് പോയ ശിഷ്യന്മാർ അനുഭവിച്ച നിരാശ ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. ഒരിക്കൽ പത്രോസ് ഇതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയവനായിരുന്നു. ഇവിടെയാണ് നാം കർത്താവിൻ്റെ വാക്കുകളുടെ പ്രശസ്തി മനസ്സിലാക്കേണ്ടത്. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അതേ പ്രിയ ദൈവവേദിയിലെ പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നന്മയും പ്രാപിക്കുവാൻ കഴിയത്തില്ല. പ്രവർത്തിപ്പാനും കഴിയുകയില്ല. പ്രാർത്ഥിക്കുന്നവരോടുകൂടെ യേശു ഉണ്ട്. ആരാധിക്കുന്നവരോടുകൂടെ ഉപവസിക്കുന്നവനോടുകൂടെ ദൈവമുണ്ട്. ആരാധനയും പ്രാർത്ഥനയും മുടക്കുന്നവരോടുകൂടെ ഒരിക്കലും ദൈവം വസിക്കുകയില്ല. അവരുടെ നന്മ വാഗ്ദത്തം ചെയ്തത് ദൈവം ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. ഈ നാടുകളിൽ സ്തോത്രം ദൈവത്താൽ ചില നന്മകൾ പ്രാപിക്കേണ്ടതിനാൽ ഈ സ്തോത്രം പ്രഭാതം ദൈവസന്നിധിയിൽ നാം അടുത്തു ചെല്ലണം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും എന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് പകൽക്കാലം വന്നു. ആകയാൽ പ്രിയ ദൈവവേദിയിലെ സ്തോത്രം ഭൗതികം മാത്രമല്ല ഒരു ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ദാനത്തേക്കാൾ ഉപരിയായി ദാനം തന്ന ദാതാവിനെ തന്നെയാണ് നമുക്ക് ആവശ്യം. കർത്താവില്ലാത്തവന് എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും കർത്താവ് ഒരുവന് ജീവിതത്തിൽ പ്രാർത്ഥനയും ആരാധനയും കർത്താവിൻ്റെ സാന്നിധ്യവും ഇല്ലെങ്കിലും ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അവൻ വഴുവഴുപ്പിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് നാം മറന്നു പോകരുത്. അവൻ്റെ നാശം നിത്യമരണത്തിലേക്കായിരിക്കും. ആകയാൽ ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രഭാതം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒരു ഭാഗമായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ
ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം ദൈവത്തോട് നമുക്ക് പറയാം, നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അതേ ദൈവത്തിലെ സ്തോത്രം. മാനുഷിക വാക്കുകൾ കണ്ട് നീ ഭയപ്പെട്ടു പോകാതെ, ആമേൻ, ലോകത്തെ കണ്ട് നീ ഭയപ്പെട്ടു പോകാതെ, ആമേൻ, ഞെരുക്കങ്ങളെ കണ്ട് ഭയപ്പെട്ടു പോകും, ആമേൻ, പരാജയപ്പെട്ട് പോകുമെന്നുള്ള നിന്റെ ഭയം, ആമേൻ, ഇന്ന് പകൽക്കാലം മാറ്റിവെച്ച് ദൈവസന്നിധി ആമേൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 7-ാം മാസത്തിൻ്റെ 12-ാമത്തെ പ്രഭാതവും ഞങ്ങളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നതിനായി നന്ദി പറയുന്ന ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യും. ഞങ്ങൾ യഹോവയിൽ തന്നെ ആശ്രയിപ്പാൻ, കർത്താവെ, യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങിപ്പോകാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ കർത്താവ് ഞങ്ങൾ ആമേൻ നിലനിൽപ്പാൻ സ്വർഗം കൃപ ചെയ്യും. ഞങ്ങൾ വീണു പോകുവാൻ അനുവദിക്കില്ല. ആരും ഈ ശബ്ദം ശ്രവിക്കുന്ന ആമേൻ ദൈവക്കുഞ്ഞുങ്ങൾ ആരും ദൈവസന്നിധിയിൽ അകന്നു പോകുവാൻ ഇടവരാതെ ദൈവകൃപയിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിപ്പാൻ കൃപ ചെയ്യണം. അഹങ്കാരികൾ വീണു പോകും. ആമേൻ, അഹങ്കാരികൾ താളടിയായി പോകും. കർത്താവെ, ഞങ്ങൾ അഹങ്കാരികളായി പോകാതെ ദൈവത്തോട് പറ്റി നിന്ന് ദൈവിക നന്മകളെ പ്രാപിപ്പാൻ കൃപ നൽകും. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.